പൂവത്തൂരിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. മരണത്തിന് ശേഷം 5 ദിവസമായിട്ടും മൃതദേഹം സംസ്കരിച്ചില്ല. പൂവത്തൂരിലെ ഓയിൽ വ്യാപാരിയായിരുന്ന 73 വയസ്സുള്ള പെരിങ്ങാട് കുണ്ടുകുളം ജോസിന്റെ മൃതദേഹമാണ് തൃശൂർ അശ്വിനി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ മാസം 25-ന് രാത്രി 8:30-നാണ് ചികിത്സയിലായിരുന്ന ജോസ് ഇതേ ആശുപത്രിയിൽ മരിച്ചത്. തുടർന്നാണ് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുക്കുന്നത്. ഭാര്യയും മകൾ ഷെറിനും പിതാവിനെ വീട്ടുവളപ്പിൽ സംസ്കരിക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പിതാവിനെ ക്രിസ്തുമത ആചാരപ്രകാരം ഇടവകയായ പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ സെമിത്തേരിയിൽ സംസ്കരിക്കണമെന്ന് മകൻ ആൻസൺ ആവശ്യപ്പെട്ടു. തുടർന്നാണ് തർക്കം രൂക്ഷമായത്. മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കാൻ സംവിധാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആൻസൺ പാവറട്ടി പോലീസിൽ പരാതി നൽകി. തുടർന്ന് പാവറട്ടി SHO വീട്ടിലെത്തി ഭാര്യയും മകളുമായി സംസാരിച്ചെങ്കിലും വീട്ടിൽ സംസ്കരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മകൻ ആൻസൺ ചാവക്കാട് തഹസിൽദാർ, പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം പാവറട്ടി വില്ലേജ് ഓഫീസറും വീട്ടിലെത്തി ഭാര്യ സീനയോട് സംസാരിച്ചെങ്കിലും നടപടിയായില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും വൈദികരും കുടുംബവുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ 25-ാം തീയതി എൻ്റെ ഫാദർ മരിച്ചു. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ 4 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, ഇതുവരെ അടക്കം ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അതായത് എൻ്റെ അമ്മയും പെങ്ങളാണ് സമ്മതിക്കാത്തത്. അപ്പോൾ അതിന് കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആള് വീഡിയോയിൽ പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്, വീടിൻ്റെ പറമ്പിൽ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറകിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നമ്മുടെ മതവിഭാഗത്തിൽ അങ്ങനത്തെ ഒരു ചടങ്ങുകളോ കാര്യങ്ങളോ ഇല്ല. പള്ളിയിലാണ് നമ്മളത് സംസ്കരിക്കാറ്. അപ്പോൾ ഇതുവരെ അവരോട് നമ്മൾ ഇത്രയും ദിവസം ബന്ധുക്കളും നാട്ടുകാരും പല രീതിയിലുള്ള വില്ലേജ് ഓഫീസർമാരും പോലീസുകാരും അങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാവരും അവരായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു തരത്തിലും അവരതിനെ അംഗീകരിക്കണില്ല. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ച് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. മരണശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കണമെന്ന് ജോസ് മരിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് സീനയും മകളും പറയുന്നത്.